1-ാം അധ്യായത്തിന്റെ 35 മുതൽ 39 വരെയുള്ള വേദവാക്യം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാവേ, വചനത്തിലൂടെ സംസാരിക്കണമേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ദൂതും ആലോചനകളും എല്ലാം തന്നു ഞങ്ങളെ മാനിക്കണമേ. ഞങ്ങളുടെ പ്രിയമുള്ളവരെല്ലാം കർത്താവ് കാത്തു സൂക്ഷിച്ച കൃപയ്ക്കായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ഈ വേദഭാഗത്തിൽ നിന്ന് പല പ്രാവശ്യം ഞാൻ ദൈവവചനം ശുശ്രൂഷിച്ചിട്ടുള്ള ഒരു ഭാഗമാണിത്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് അധികം കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പശ്ചാത്തലമൊന്നും പറയുന്നില്ല. കർത്താവിനെ എൻ്റെ അരികിലേക്ക് കണ്ടു. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാർ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് കർത്താവ് ആ വഴി പോയി. യേശു കർത്താവിനെ കണ്ടിട്ട് വായിച്ചാട്ടെ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. കുഞ്ഞാട് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഏകദേശം മനസ്സിലായി. നമുക്ക് വേണ്ടത്ര വിധത്തിൽ അത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഓരോ യഹൂദനും അത് മനസ്സിലാകും. അവരുടെ പാപത്തിന് വേണ്ടിയിട്ട് ഓരോ കുഞ്ഞാടുകൾ അവർക്ക് വേണ്ടി അറുക്കപ്പെടുന്നത് അവർക്ക് മനസ്സിലാകും. പക്ഷെ അവർക്ക് ഈ ഇതിനെക്കുറിച്ചൊന്നും വേണ്ട വിധത്തിലൊന്നും അറിവൊന്നും അവർക്കുണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എല്ലാം അറിഞ്ഞിട്ട് എല്ലാം പഠിച്ചിട്ട് കർത്താവിനെ അനുഗമിക്കാമെന്നല്ല അവർ പറഞ്ഞത്. എല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കാമെന്നും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അവർ കേട്ടപ്പോൾ യേശു കർത്താവിനെ അനുഗമിക്കുകയാണ്. പ്രിയമുള്ള ദൈവത്തിന്റെ വേണ്ടി എല്ലാം അറിഞ്ഞിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് എല്ലാം ഗ്രഹിച്ചിട്ട് നിന്റെ കർത്താവിനെ നിനക്ക് അനുഗമിക്കാൻ കഴിയുകയില്ല. നിന്റെ ഹൃദയത്തിനകത്ത് കർത്താവ് വിശ്വാസം തന്നിരിക്കുമ്പോൾ ആ വിശ്വാസത്തിന്റെ ശക്തിയിൽ നീ ദൈവത്തെ നിന്റെ കർത്താവിനെ നീ അനുഗമിക്കണം. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരൊരു കാര്യമാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചത്. യേശു തിരിഞ്ഞ് അവൻ പറഞ്ഞത് രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യോഹന്നാൻ പറഞ്ഞപ്പോൾ ആ ശിഷ്യന്മാർ കർത്താവിനെ അനുഗമിക്കുകയാണ്. അവർ അനുഗമിച്ചത് ഇതാണ്: നീ പാർക്കുന്ന സ്ഥലം ഞങ്ങൾക്കൊന്ന് കാണണം. ആമേൻ. കർത്താവ് പാർക്കുന്ന സ്ഥലം. പ്രിയമുള്ള ദൈവത്തിന്റെ പൈതലെ, ഓരോ ദൈവമക്കളുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ കർത്താവ് പാർക്കുന്ന ഉയരത്തിലുള്ള സ്ഥലം കാണാനാണ്. കരങ്ങളൊന്ന് അടിച്ചെന്ന് സ്തോത്രം ചെയ്താട്ടെ. ഈ ഭൂമിയിലുള്ളത് നീ കാണാൻ എന്നാൽ ഈ ഭൂമിയിലുള്ളത് എല്ലാം പോകും പ്രിയമുള്ള കുഞ്ഞേ. പക്ഷെ സ്വർഗത്തിൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അത് നീ കാണാൻ വിശ്വാസത്തിന്റെ
വാക്കുകൾ അവൻ ഇന്ന് പോൽക്കാലം എന്ന് പറഞ്ഞാട്ടെ. ഞാൻ കാണും, ഞാൻ കാണും, ഞാൻ കാണും. നീ പാർക്കുന്ന സ്ഥലത്ത് ഞാൻ വരും. ഞാൻ അങ്ങയോടുകൂടെ വസിക്കുക, ഞാൻ അങ്ങയോടുകൂടെ ഭക്ഷിക്കുക, ഞാൻ അങ്ങേ ആരാധിക്കുക. ഭൂമി മാത്രമല്ല, അവിടെ ഞാൻ അങ്ങേ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളില് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ പോയപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ചരിത്രം വളരെ ഇഷ്ടപ്പെടുകയും ചരിത്രം എഴുതുകയും ശുശ്രൂഷിക്കുമ്പോൾ ചരിത്രത്തിൽ നിന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ചരിത്രം കുഞ്ഞുനാൾ മുതൽ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങൾ കിട്ടുമ്പോൾ ഞാൻ ചരിത്ര സ്ഥലങ്ങളിൽ പോയി കാണാറുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ സെല്ലുലാർ ജയിൽ, ആ സെല്ലുലാർ ജയിലിന് ഇവിടെ നിന്നുകൊണ്ട് കാണാം. അവിടെ റോസ് ദ്വീപ് എന്ന് പറയുന്ന ഒരു വലിയ ദ്വീപുണ്ട്. ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ യൂട്യൂബിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സൗകര്യങ്ങളുണ്ടായിരുന്നു. അവിടെ വെള്ളം, കടലിലെ വെള്ളം, ഉപ്പുവെള്ളം, വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു പ്ലാന്റിലേക്ക് കൊണ്ടുവന്ന് വെള്ളം ചൂടാക്കി അതിനെ ബാഷ്പീകരിച്ച് അതിനെ പിന്നീട് തണുപ്പിച്ച് അത് കുടിക്കാൻ പറ്റുന്ന വെള്ളമാക്കി അതിത്തിരി പൈപ്പ് സംവിധാനങ്ങളും ഒക്കെ നമുക്ക് അതിനകത്ത് കാണാം. അത് അശുദ്ധീകരിച്ച് അത് വീണ്ടും അവിടെയുള്ള ആളുകൾക്ക്, അവിടെയുള്ള ഉന്നതരായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളുണ്ട്. അവിടെ സപ്ലൈ ഓഫീസറുടെ വലിയൊരു കൊട്ടാരമുണ്ട്. അതൊന്നും ഇന്നില്ല, എല്ലാം തകർന്നു പോയി. മാത്രമല്ല അവിടുത്തെ ഏറ്റവും വലിയ ഉയർന്ന ഉദ്യോഗസ്ഥ താമസിച്ച വലിയൊരു കൊട്ടാരമുണ്ട്. അതെല്ലാം തകർന്നു പോയി, ഒന്നുമില്ല. ഇവിടെ ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സെല്ലുലാർ ജയിലും മാത്രമല്ല ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒക്കെ നടന്നത് ആ കൊട്ടാരത്തിൽ വെച്ചിട്ടാണ്. ഭരണസ്ഥിരാ കേന്ദ്രമാണ്. പ്രിയമുള്ള കുഞ്ഞുങ്ങൾ, അതെല്ലാം തകർന്നു പോയി. ഞാനത് കഴിഞ്ഞ് വേറെ മ്യൂസിയത്തിലേക്ക് പോയി. ഞാൻ ഈ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക്, എല്ലാം തകർന്നു കിടക്കുകയാണ്, ഞാൻ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോ എന്റെ കൂടെ വന്ന ആള് പറഞ്ഞു, പാസ്റ്ററെ പോകണ്ട കേട്ടോ, അതിനകത്ത് എന്തോണ്ടെന്ന് അറിയത്തില്ല. ഞാൻ നോക്കുമ്പോൾ മൊത്തം പേരുകളാണ്, ഒന്നും കാണാനില്ല. പക്ഷെ ഞാൻ അകത്തൊക്കെ കയറി. അപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, വല്ല പെരുമ്പാമ്പ് വല്ലതും മരത്തിന് മുകളിൽ ഇരിപ്പുണ്ടോ, ചാടാൻ വേണ്ടി ഇരിപ്പുണ്ടോ, വേറെ എന്തെങ്കിലും ജീവികൾ അതിനകത്ത് ഒളിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒന്നും ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. പക്ഷെ എന്തായാലും എനിക്ക് തോന്നി അതിനകത്ത് എന്താണെന്ന് കാണണം. അപ്പൊ ഞാൻ അതിനകത്ത് കയറി, അതെല്ലാം ശൂന്യമാണ്. പിന്നെ റൂമുകളൊക്കെ കിടക്കുക. പിന്നെ അതിനപ്പുറത്തോട്ട് മാറി ഒത്തിരി ഒരു വലിയ ക്ലബുണ്ട്. അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്ന് കൂടുന്ന ഒരു വലിയ സ്ഥലമാണ്. ഇതൊക്കെ ഞാൻ പറയാനുള്ള കാരണം, എല്ലാം വേര് പിടിച്ച് തകർന്ന് മരങ്ങളുടെ വേരുകൾ വലിഞ്ഞു മുറുക്കി ആ കെട്ടിടങ്ങളെല്ലാം തകർത്തിരിക്കുകയാണ്. ഞാൻ ഇത് പറയാനോടാ വന്നത്. അതിനുശേഷം നിക്കോബാർ നമ്മള് സെല്ലുലാർ ജയിലിൽ ചെന്നപ്പോൾ അവിടെ ഒരു വലിയ ഇത് കിടപ്പുണ്ട്, ഒരു ഗാലറി ഉണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന കൊട്ടാരത്തിന്റെ ആ വലിയ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന കൊട്ടാരത്തിന്റെ ആ വലിയ മനോഹരമായ അന്നത്തെ കാലത്തെ പ്രതാപത്തിന്റെ ഫോട്ടോകൾ ഞാൻ കണ്ടപ്പോഴാണ് ഞെട്ടിയത്. ഇത്ര സുന്ദരമായ നിലയിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് അടക്കി ജീവിച്ച് അടക്കി ഭരിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കൊട്ടാരങ്ങൾ കിടക്കുന്നത് തകർന്നാണ്. പേരവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, നീ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നീ നേടിയിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് പോരെ.
ദൈവത്തിന് വേണ്ടി നീ ഈ ഭൂമിയിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ, നിനക്ക് ഉയരത്തിൽ ഒരു വലിയ പ്രത്യാശയുണ്ടെങ്കിൽ, ഞാൻ ധൈര്യത്തോടെ ഞാൻ പറയട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ, ഞാൻ ധൈര്യത്തോടെ പറയട്ടെ, തകർന്നു പോകാത്തത്, കള്ളന്മാർ കവർത്ത് കളയാത്തത്, പുഴുവരിക്കാത്തത്, ഒരു വൃക്ഷങ്ങൾ പോലും തകർന്നു പോകാത്ത തകർക്കാൻ കഴിയാത്തതുമായ സുന്ദരമായൊരു ഭവനം നിന്റെ പിതാവ് സ്വർഗത്തിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. കരങ്ങൾ അടിച്ച് ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ മനോഹരമായ ഒരു ഭവനം ഇവിടെ എത്ര പ്രതാപത്തോടെ നീ ജീവിച്ചാല്, ഇതെല്ലാം തകർന്നു പോകുന്ന ഒരു കാലഘട്ടമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. ദൈവത്തിന് വേണ്ടി ജീവിച്ച്, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിച്ചാൽ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ നിനക്കൊരു വലിയ നന്മയുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അനുമാനിച്ചത് വരോട് പറഞ്ഞു, തെങ്ങ് ഉണ്ടായിരുന്നു, താണുപോയി. തെങ്ങ് എന്ത് ചെയ്തു? താണുപോയി. അവിടെ മൊത്തം തെങ്ങാണ് കേട്ടോ. നല്ല സുന്ദരമായ തെങ്ങ് അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, എല്ലാം തകർന്നു പോകുമ്പോഴും പ്രൈസ് ദി ലോർഡ്, കർത്താവ് പാർക്കുന്ന ഇടം നമ്മൾ അന്വേഷിക്കണം. കർത്താവ് പാർക്കുന്ന ഇടം നമ്മൾ അന്വേഷിച്ചാൽ അത് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ എത്ര കോടി രൂപയുടെ കെട്ടിടം ഇവിടെ പണിതാലും 25 വർഷത്തെ ആയുസ് ഇവിടെയുള്ളൂ. 50 വർഷത്തെ ആയുസ്സുള്ള കെട്ടിടത്തിന് അതെല്ലാം തകർന്നു പോകുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നതായിരിക്കുന്ന പാർപ്പിടം ഇന്ന് തകരാതെ നിന്ന് അത് പണിയുന്നത് കൊണ്ട് കരങ്ങൾ നടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാം പഠിച്ചിട്ട് പോകാമെന്നല്ല പറഞ്ഞു. എല്ലാം പഠിച്ചിട്ട് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ച നമ്മൾ ഈ ഭൂമിയുടെ ഒരറ്റത്തെ ഒരു പിടി മണ്ണിന്റെ പോലും അറിവ് നമുക്ക് ലഭിക്കില്ല. നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ വചനം ചിന്തിച്ച എന്റെ ഹൃദയത്തിലേക്ക് ഒരു പൗലോസ് അപ്പോസ്തലന്റെ ഒരു ഗഹനമായൊരു ചിന്ത കർത്താവിന്റെ മനസ്സിൽ പ്രകാശിപ്പിച്ചു. ഫിലിപ്പിയർ ലേഖനം 3:10 വായിച്ച 19. നമുക്ക് നമ്മുടെ കർത്താവിനെ കുറിച്ച് എന്താ അറിയാമെന്ന് നമ്മൾ പറയുന്നത്? അല്ല, 19. അവനിൽ ഇരിക്കേണ്ടതിനും അവനിലിരിക്കുന്നതിന്റെ 19. ഫിലിപ്പിയർ 3:10 അല്ലേ? അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ കഷ്ടാനുഭവങ്ങളോട് അനുരൂപപ്പെട്ടിട്ട്. നമ്മൾ ആ വചനം ശ്രദ്ധിച്ച് എന്റെ മെസ്സേജിന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. അവനിൽ ഇരിക്കേണ്ടതിനും പൗലോസേ അങ്ങ് 3.5 വർഷം എവിടെയായിരുന്നത്? കർത്താവിന്റെ കൂടെയാണ്. എവിടെയായിരുന്നത്? അറേബ്യൻ മരുഭൂമിയില്ല. അതുവരെ പൗലോസിന്റെ കൂടെ നടന്ന പരീക്ഷ പ്രമാണികൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. പൗലോസിനെ സ്നാനപ്പെടുത്തിയ അനന്യാസ് അവിടെ ഉണ്ടായിരുന്നില്ല. യെരൂശലേമിലെ ഒറ്റ ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നില്ല. അറേബ്യൻ മരുഭൂമിയിൽ തനിയെ ഇരിക്കുകയായി. അങ്ങനെ തനിയെ ഇരിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു, അവനോട് കൂടെ ഇരുന്നാൽ പോരാ, എനിക്ക് അവനിൽ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു ഭക്തന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവനിൽ ഇരിക്കുക എന്നതാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നീ ഇരിക്കേണ്ടത് അവനിലാണ്. നീ ആഗ്രഹിക്കേണ്ടത് അവന്റെ മടിയിലിരിക്കണമെന്നല്ല,
അവനിലിരിക്കണമെന്ന കരങ്ങൾ അടിച്ചെന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ പ്രത്യേകതയാണ്, നിന്റെ ഏറ്റവും വലിയ പ്രത്യാശ ഇതാണ്, നീ അവനിലിരിക്കണം. ഇത്രയും വലിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് മൂന്നര വർഷം ഇരുന്നിട്ടും പിന്നെ പൗലോസിന്റെ ആഗ്രഹം യേശു കർത്താവിനെ വിട്ട് പിരിയാനാണ്. കർത്താവിനെ അനുഗമിച്ചതായി ഈ രണ്ട് ശിഷ്യന്മാരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, വിഷയം മറക്കരുത്. എവിടെ അനുഗമിക്കണം? എവിടെ വരണം? എവിടെ വരണ്ടേ? മറന്നുപോയോ? നീ പാർക്കേണ്ടിടത്താണ് ഞങ്ങൾക്ക് വരുന്നത്. കർത്താവെ വഴി വെച്ച് ടാറ്റ പറഞ്ഞു പോകാനല്ല. ആമേൻ. പ്രിയമുള്ളവരെ, വഴിയിൽ വെച്ച് കണ്ട് ഹായ് പറഞ്ഞു പോകാനല്ല അവൻ ആഗ്രഹിച്ചത്. അവൻ പാർക്കുന്ന ഇടത്തവർക്ക് വരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ആത്മീയ മണ്ഡലത്തിനകത്ത് കൈ കൊടുത്ത് സ്തോത്രം പറയുന്നവരും ഹല്ലേലൂയ പറയുന്നവരും ടാറ്റ പറയുന്നവരും പ്രൈസ് ദി ലോർഡ്. അവിടെ അവൻ പാർക്കുന്ന ഇടത്ത് മധ്യാകാശത്തിൽ നമ്മുടെ കർത്താവിന്റെ മടങ്ങിയ വരവിൽ അവിടെ ചെല്ലാൻ കഴിയുന്നില്ലെങ്കിൽ എത്ര പരാജയമാണ്. നമ്മളിവിടെ ആകെ ദുഃഖിച്ചും ഭാരപ്പെട്ടൊക്കെ ഇരിക്കുകയാണ്. വീട് പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല, വീട് പണിതിട്ടില്ല, വീടില്ല, ഒരു സെന്റ് സ്ഥലം പോലും ഇല്ല. മക്കളൊന്ന് ദേശത്ത് പോയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് വീടൊക്കെ ഒന്ന് പണിത് സ്വസ്ഥമായിട്ട് താമസിക്കാമായിരുന്നു. നമ്മുടെ ചിന്തകളെല്ലാം ഇതാണ്. കുഞ്ഞിന്റെ പോകാൻ കഴിഞ്ഞിട്ടില്ല, കുഞ്ഞിനെ പഠിപ്പിക്കാൻ ഇതുവരെ പൈസ ഒന്നും ആയിട്ടില്ല. പ്രിയമുള്ളവർ, ഒരു കാര്യം മനസ്സിലാക്കണം, എത്രയോ കുടുംബങ്ങൾ അവിടെ പ്രതീക്ഷകളിൽ ഭൂമിയിൽ അറ്റുപോയപ്പോൾ പ്രൈസ് ദി ലോർഡ് പ്രതീക്ഷയോടും പ്രത്യാശയോടും കർത്താവ് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. അതുകൊണ്ട് ഈ ഭൂമിയിലെ നിരാശകളെല്ലാം ഒന്ന് മാറണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു കൃപ ദൈവം നമുക്കുണ്ടാകണം. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി കേട്ടാണ്. നിനക്ക് ഭൂമിയിൽ സന്തോഷമുണ്ടാകണമോ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ വേണ്ടി നീ അതിനൊരു കൃപയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഇതിനൊരു കൃപ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും നിനക്ക് സംതൃപ്തി ഉണ്ടാകുകയില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ബോംബെ പോയപ്പോൾ മുകേഷ് അംബാനിയുടെ വീട് ഞാൻ കണ്ടിട്ടുണ്ട്. 27 നില കെട്ടിടമാണ്. എന്തായാലും നമ്മൾ എത്ര വീട് പണിതാലും അത്രയും വലിയൊരു വീടൊന്നും ഇവിടെ പണിയാൻ പോകുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ഒരിക്കലും തൃപ്തി വരത്തില്ല. 4 നില വീട് പണിതാലും ഒരിക്കലും നമുക്ക് തൃപ്തി വരില്ല. കാരണം 5ാമത്തെ നിലവിലുള്ള വീട് കാണുമ്പോൾ ഒരിക്കലും തൃപ്തി വരത്തില്ല. നമ്മുടെ വീടിന്റെ തൂണ് കാണുമ്പോൾ, വലിയ വീടിന്റെ തൂണ് കാണുമ്പോൾ നമ്മൾ പറയും, എന്റെ വീടിന്റെ തൂണിനേക്കാൾ വലിയ തൂണാണല്ലോ ആ വീടിന്റെ തൂണ്. ഒരിക്കലും തൃപ്തി വരത്തില്ല. മറ്റേ നമുക്ക് വാഹനം ഇല്ലാത്തപ്പോഴാണ് വിഷമം. നമുക്കൊരു ആൾട്ടോ കിട്ടുമ്പോ ഞാൻ ചിന്തിച്ച ഇതിനെ പറയുകയാണ് കേട്ടോ, ആൾട്ടോ കിട്ടുമ്പോൾ വാഹനത്തിൽ പോകുന്നവരോട് നമുക്ക് വിഷമം തോന്നും. കാരണം അവൻ വാഹനമായിരുന്നെങ്കിൽ നല്ലായിരുന്നു. വാഹനം കിട്ടിക്കഴിയുമ്പോ പിന്നെ നമുക്ക് വാഹനം പിന്നെ ഓടിക്കാറായി, അതായി ബെൻസായി, പിന്നെ നമ്മുടെ ഇങ്ങനെ പോവുക. ഒരിക്കലും നമുക്ക് സന്തോഷം ഉണ്ടാകുകയില്ല, ഒരിക്കലും നമുക്ക് തൃപ്തി ഉണ്ടാകുകയില്ല, പക്ഷേ നിനക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകുകയില്ല. പക്ഷെ ഉള്ളതിൽ നീ തൃപ്തിപ്പെട്ട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് നീ പോയാൽ നിന്റെ ജീവിതം എന്നും ഒരു സന്തോഷകരമായിരിക്കും. കരങ്ങൾ അടിച്ചെന്ന് സ്തോത്രം ചെയ്താട്ടെ. 10, 50, 60, 70 ലക്ഷം രൂപ ലോൺ എടുത്ത് വീട് പണിതിട്ട് ഒന്നാന്തരമായ തേക്കുകെട്ടിലുണ്ടാക്കി അതിനകത്ത് കിടന്ന് ജപ്തി ഭീഷണിയും കണ്ട് ഉറക്കം വരാത്ത രാത്രികളിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതിനേക്കാൾ എത്രയോ സുന്ദരമാണ് ഒരു ചെറ്റക്കുടിലിനകത്താണെങ്കിലും കിറപ്പായി ആണെങ്കിലും ആ കട്ടിനകത്ത്, ആ ചെറിയ കട്ടിനകത്ത് നിനക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ സന്തോഷം എന്താണ്? കരങ്ങൾ അടിച്ചെന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ.
നമുക്ക് വലിയൊരു കൃപ പ്രാപിക്കണം. എന്താ കൃപ പ്രാപിക്കേണ്ടത്? എന്താ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഉള്ളതിന് സ്തോത്രം പറയുക. അപ്പൊ കർത്താവ് ബാക്കിയെല്ലാം നമുക്ക് തരും. അപ്പോൾ അവരിൽ ഇരിക്കേണ്ടതിനും പൗലോസിന്റെ വാക്കുകൾ അത് വായിച്ചാട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ കർത്താവിനെ കുറിച്ചുള്ള അറിവുകളെല്ലാം നേടിയിട്ട് നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കാമെന്ന് വിചാരിക്കരുത്. ആ ഭാഗത്തെ കുറിച്ച് ചിന്തിക്കുന്നത് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി. അപ്പൊ 3.5 വർഷം മരുഭൂമിയിൽ കർത്താവിനോട് ഇരുന്നിട്ട് അവനെ അറിഞ്ഞില്ലേ? പൗലോസ് പറയുന്നത് എനിക്ക് ഇനിയും അവനെ അറിയാനുണ്ട്. ദൈവത്തിന് കരമടിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്നിവിടെ ഇരിക്കുന്നവർ ദൈവത്തോടൊന്ന് പറഞ്ഞാൽ കർത്താവ് എനിക്ക് ഇനി അവനെ അറിയാനുണ്ട്. ഞാൻ അല്പം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. യോബ് പറഞ്ഞതുപോലെ ഞാൻ അല്പം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചിന്ത എനിക്കെല്ലാം അറിയാമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാം എന്റെ അടക്കമുള്ള ചിന്ത എനിക്കെല്ലാം അറിയാം. പ്രൈസ് ദി ലോർഡ്. ഇനി എന്നെ ആരും ഒന്നും പഠിപ്പിക്കണ്ട, എല്ലാം എനിക്കറിയാം. എനിക്കെല്ലാം അറിയാം കേട്ടോ. ഇനി എന്നെ ആരും അതിനെ കുറിച്ച് ഒന്നും പഠിപ്പിക്കണ്ട. അല്ല കുഞ്ഞെ, നീ കർത്താവിനെ കുറിച്ച് പൗൽ ഇത്രയും വലിയ വിദ്യാഭ്യാസമുള്ള, ഇത്രയും വലിയ അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസമുള്ള പൗലോസ് അനേക ഗ്രീക്ക് സാഹിത്യങ്ങളെല്ലാം കാണപ്പാടം പഠിച്ച പൗലോസ്, പ്രൈസ് ദി ലോർഡ്, അനേക തത്വചിന്തകന്മാരുടെ പുസ്തകങ്ങൾ വായിച്ച പൗലോസ്. എന്റെ കയ്യിൽ പ്ലേറ്റോയുടെ പുസ്തകമൊക്കെ ഉണ്ട്. പ്ലേറ്റോയുടെ ജീവചരിത്രമൊക്കെ ഞാൻ വായിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ ഇത്രയും അറിവുകളുള്ള പ്ലേറ്റോയെ കുറിച്ചും സോക്രട്ടീസിനെ കുറിച്ചും അരിസ്റ്റോട്ടലിനെ കുറിച്ചും അവരൊക്കെ പൗലോസിന്റെ കാലഘട്ടത്തിന് മുമ്പ് ജീവിച്ചവരാണ്. ഇതിനെ കുറിച്ചുള്ള അനേകമായ അറിവുകളുള്ള പൗലോസ് പറയുന്നു, എന്റെ വിദ്യാഭ്യാസം കൊണ്ട്, എന്റെ ബുദ്ധിശക്തി കൊണ്ട്, എന്റെ ജ്ഞാനം കൊണ്ട് എനിക്ക് അവനെ ഇതുവരെ പൂർണ്ണമായി അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും എന്റെ ആഗ്രഹം അവനെ അറിയുക എന്നുള്ളതാണ്. കരമുയർത്തുന്ന സ്തോത്രം ചെയ്താട്ട് എന്റെ യേശു കർത്താവിനെ നീ അറിയുക. നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിച്ചാൽ, ആഗ്രഹിച്ചാൽ നാം ഒരിക്കലും നിരാശ ഉണ്ടാകുകയുള്ളൂ. നമ്മുടെ കർത്താവ് എത്ര പേരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതൊക്കെ സമയമാകുമ്പോൾ അനുഗ്രഹങ്ങൾ ഉറപ്പാണ്. നമ്മൾ ഒരിക്കലും നേരത്തെ തിരക്ക് പിടിക്കരുത്. നേരത്തെ ഒരു കാര്യത്തിന് തിരക്ക് പിടിക്കരുത്. അവിടുത്തെ കൈ കീഴെ താണിരിക്കുക. എന്തിനാ താണിരിക്കുന്നത്? തക്ക സമയത്ത് ഉയർത്തേണ്ടത്. നമ്മുടെ പ്ലാൻ അല്ല ദൈവത്തിന്റെ പ്ലാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രവർത്തിക്കുന്ന ഒരു സമയം വരെ ആ വിഷയത്തിന് വേണ്ടി കാത്തിരുന്നാൽ നിശ്ചയമായിട്ട് ദൈവം അതിനു വേണ്ടി പ്രവർത്തിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കർത്തദാസനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മകൾക്ക് USA പഠിക്കാൻ പോകാൻ 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പോകാം. 2 ലക്ഷം രൂപയ്ക്ക് പോകാം. ഇല്ലെങ്കിൽ എത്ര ലക്ഷം രൂപ വേണം? 50 ലക്ഷം രൂപ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. കഴിഞ്ഞ ചില ദിവസം 2 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തിന്റെ മകൾക്ക് വിദേശത്ത് പഠിക്കാൻ, USA പഠിക്കാനുള്ള ക്രമീകരണം ആയി. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരങ്ങളടിച്ചൊന്ന് സ്തോത്രം ചെയ്താൽ നിന്റെ ദൈവം നീ തിരക്ക് പിടിക്കാതിരുന്ന തക്ക സമയമാകുമ്പോൾ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എന്റെ വീട് പണി കഴിഞ്ഞിട്ടില്ല, വീട് പണി പൂർത്തീകരിച്ചിട്ടില്ല, വീട് അങ്ങനെ കിടക്കുന്നു, ഇങ്ങനെ കിടക്കുന്നു, നമുക്ക് അങ്ങനെ ആദ്യ ഞാൻ പറയട്ടെ, ഉള്ളത്
കേരളത്തിൽ എത്രയോ ആളുകൾ കടത്തിന്റെ കിടക്കുന്നു. നമ്മുടെ എറണാകുളം ടൗണിലേക്ക് 11 മണി 12 മണിയാകുമ്പോൾ പോകും. ചുമ്മാ ഒരു കാർ എടുത്ത് പോകുക, അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ ഓടിച്ചു പോകുക. ആ റോഡ് സൈഡിൽ കിടക്കുന്നു കിടപ്പ്, ആളുകളുടെ കിടപ്പൊന്ന് കാണും. പുതയ്ക്കാണെങ്കിൽ പുതപ്പില്ല. എനിക്ക് ഒരു കൊതുക് അടിച്ചപ്പോൾ ഉറങ്ങാൻ പറ്റില്ല. കൊതുകിന്റെ ഒരു അലർജി എനിക്ക് എന്തോ ഉണ്ട്. അത് ഞാൻ വടക്കേന്ത്യയിൽ പോയപ്പോഴങ്ങനെ ഉണ്ടായത്. നമ്മൾ അവരെ സൂക്ഷിച്ച് നോക്കിയാൽ കയ്യിലും കാലിലും എല്ലാം കൊതുക് കടിച്ചു പിടിച്ചിരിക്കുക. എന്നിട്ടും അവർ കിടന്ന് അവരെ അവിടെ കിടന്ന് എന്താ ഉറങ്ങുന്നു. അതിനകത്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരുണ്ട്, മക്കളെ നോക്കാത്തവരുണ്ട്, നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഗൾഫിൽ കിടന്ന് കഠിനമായിട്ട് അധ്വാനിച്ച് വീട്ടിലെ ഭാര്യയുടെ പേരിൽ വസ്തു പൈസ അയച്ചു കൊടുത്തിട്ട് അവസാനം ഭാര്യ സ്വന്തം പേരിൽ വീടും വെച്ച് അവസാനം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഭർത്താക്കന്മാര് വരെ ഇവിടെ ഉണ്ട്, ഇവിടെ കിടപ്പുണ്ട്. എവിടെ ഉണ്ട്? നിങ്ങൾ ആരും ഒന്നും അറിയാത്തതുപോലെ കേൾക്കാതെ എവിടെ കിടപ്പുണ്ട്? അവിടെ കിടപ്പുണ്ട്. നമ്മുടെ എത്ര പേർക്ക് പുതപ്പോട് കൊടുക്കുന്ന അറിയാമോ? കൊച്ചു കുഞ്ഞുങ്ങള്. നമുക്ക് തൃപ്തിയില്ലാത്ത എന്താ? ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചു. ആലുവ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ പുറപ്പ് കൊടുക്കാനായി ചെല്ലുമ്പോ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ട്. 3 വയസ്സ് താഴെയുള്ളൂ, ഒരു 2.5 വയസ്സുള്ളൂ. തൊട്ടപ്പുറത്ത് അമ്മ കിടക്കുക. അമ്മ ലഹരി പദാർത്ഥങ്ങൾ മദ്യമാണോ എന്താ കഴിച്ചെന്ന് അറിയത്തില്ല, കിടക്കുക. അമ്മ ആ സാരി അല്ലാണ്ട് ചുറ്റി ഇങ്ങനെ കിടപ്പുണ്ട്. നമ്മുടെ ലാസറിന്റെ മേൽ ശീല ചുറ്റിയതുപോലെ കിടപ്പുണ്ട്. ഡിസംബർ മാസം ആ കുഞ്ഞ് തണുപ്പത്ത് ഈ അമ്മയുടെ സാരിക്കുള്ളിലേക്ക് കയറാൻ വേണ്ടി കഠിനമായിട്ട് ശ്രമിക്കുക. തണുത്തട്ട് എവിടെ കിടക്കുന്നത്? റെയിൽവേ സ്റ്റേഷന്റെ വെറും തറയിൽ കിടക്കുക, വെറും തറയിൽ. പുതപ്പ് കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ കൊടുത്തപ്പോൾ, പുതപ്പിച്ചപ്പോൾ ആ കുഞ്ഞ് ഞങ്ങളെ നോക്കിയ നോട്ടം വളരെ ഹൃദയസ്പർശിയാണ്. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് തൃപ്തിയുണ്ടോ? ഞാൻ വിഷയത്തിൽ നിന്ന് പോകും വിചാരിക്കരുത്. പാർക്കുന്നിടത്ത് വന്ന് നീ പാർക്കുന്നത് നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവരന്വേഷിച്ച ഒറ്റ കാര്യമാണ്, നീ പാർക്കുന്ന സ്ഥലം ഞങ്ങൾക്കൊന്ന് കാണണം. കർത്താവ് അവരോട് പറയുന്നില്ല. ഇനി അതിനകത്ത് പൗലോസ് പറയുന്ന കാര്യമുണ്ട്. അവരുടെ പുനരുദ്ധാനം പ്രാപിക്കണം വെച്ച് ഞാൻ അവരെ നമുക്ക് എല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്നും അങ്ങനെ ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല ഒക്കെ പൗലോസ് പറയുന്നുണ്ട്. ആ ഭാഗം വിടുക. നമ്മൾ ആ ഒരു വിഷയം മാത്രം എടുക്കുമ്പോൾ നമുക്ക് അതിനെ സംസാരിക്കാം. കർത്താവ് ചോദിച്ച ചോദ്യമില്ല, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ പറയുന്നു, ഞങ്ങൾ അന്വേഷിക്കുന്നത് നീ പാർക്കുന്ന സ്ഥലമാണ്. നിന്നെ ഞങ്ങൾക്ക് അറിയണം. നീ പാർക്കുന്ന സ്ഥലത്ത് വന്ന് ഞങ്ങൾക്ക് കാണണം. ഇന്ന് രാത്രി ഞങ്ങൾക്ക് അങ്ങയോടുകൂടെ പാർക്കണം. യോഹന്നാൻ സ്നാപകൻ ഇത് പറയുമ്പോ, യോഹന്നാൻ സ്നാപകൻ ഇത് പറയുമ്പോ നമുക്ക് സ്നാപയോഹന്നാൻ ഇവർ തമ്മിൽ അധികം ബന്ധങ്ങളില്ല. ഒരു സഹോദരങ്ങളൊക്കെയാണ് ജഡപ്രകാരമെങ്കിലും
നമ്മുടെ കർത്താവായ യേശു കർത്താവ് എവിടെയാ? നസറേത്തിൽ 30 വയസ്സ് വരെ വീടിന്റെ പണിയൊക്കെ ചെയ്തും മരപ്പണിയൊക്കെ ചെയ്തും സഹോദരങ്ങളെയൊക്കെ പഠിപ്പിക്കാനും അവർക്ക് വേണ്ടി കഷ്ടപ്പെടാനും ഒക്കെ വീട്ടിൽ നിൽക്കുക. വേറെ ഒന്നും പോയില്ല. 30 വയസ്സ്. യോഹന്നാൻ എവിടെയായിരുന്നു? എവിടെയാ? എവിടെയായിരുന്നു? ഒന്നും അറിയുന്നില്ലേ? മരുഭൂമിയിൽ. പിന്നെ അവരെ എവിടെ വീട്ടിൽ വരുന്ന കുടുംബത്തിൽ കല്യാണമൊക്കെ വരുമ്പോഴോ, നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞ വല്ല മാമോദിസ വരുമ്പോഴോ വല്ല മരണം വരുമ്പോഴോ അവർ തമ്മിൽ വല്ല കണ്ടുമുട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ യോഹന്നാൻ വരാൻ സാധ്യത വളരെ കുറവാണ്. അത്രമാത്രമുള്ള ബന്ധങ്ങളെ യോഹന്നാനും കർത്താവും തമ്മിൽ ഉള്ളൂ. പക്ഷേ കർത്താവിനെ കണ്ടപ്പോ യോഹന്നാൻ പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ആരോടാ പറഞ്ഞേ? തന്റെ ശിഷ്യന്മാരോട്. വലുതായിട്ടൊന്നും പൊക്കിയൊന്നും പറയണ്ട കേട്ടോ. വലുതായിട്ടൊന്നും പൊക്കി പറയണ്ട. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആകപ്പാടെ ഇപ്പൊ കുറച്ച് പേരേ ഉള്ളൂ. അവരും കൂടെ അങ്ങ് പോയാലോ? യോഹന്നാൻ അങ്ങനെ ചിന്തിച്ചോ? ഞങ്ങളൊക്കെ ഒപ്പം പറയാനാ ചോദിച്ചു വരുന്നത്. വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഒരാകപ്പാടെ ഇപ്പൊ കുറച്ച് പേരേ ഉള്ളൂ. അവരെ കൂടെ അങ്ങ് പോയാലെത്തി. യോഹന്നാന്റെ മനസ്സിലുള്ള ദർശനം, അവൻ വളരണം, ഞാനോ കുറയണം. Praise the Lord. Praise the Lord. Praise the Lord. യോഹന്നാൻ ചെയ്ത ഏത് ശുശ്രൂഷയാണ്? അതിനെക്കുറിച്ച് 2 കൊരിന്ത്യർ ലേഖനത്തിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 5:18-19 വായിച്ചാട്ടെ. യോഹന്നാൻ ചെയ്ത എന്ത് ശുശ്രൂഷയാണ് അവിടെ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറഞ്ഞാൽ യോഹന്നാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്, അവർ എന്നിലാകുക. എന്റെ ശിഷ്യന്മാർ അവർ എവിടെയായിരിക്കണം? അവർ ക്രിസ്തുവിലായിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ഒരാളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നാൽ എന്നും ആ ആളെ എന്റെ കൂടെ നിൽക്കണം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കണം. ഒരു പാസ്റ്റർമാരും ആഗ്രഹിക്കരുത്. നമ്മളെ എന്ന് പറഞ്ഞിട്ടായിരിക്കും, സുവിശേഷം പറഞ്ഞിട്ടായിരിക്കും ആളുകൾ വിശ്വാസത്തിൽ വരുന്നത്. അത് പാസ്സാകാം, സഭയിലെ മൂപ്പനാകാം, സാധാരണ വിശ്വാസികളാകാം, സഭയിലെ സെക്രട്ടറി ആകാം, ട്രഷറാകാം, കമ്മിറ്റിക്കാരാകാം, ആരും ആകാം. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എല്ലാ കാര്യത്തിലും അവർ നമ്മളോട് കൂടെ നിൽക്കണം. ഞാൻ തെറ്റ് ചെയ്താലും നിൽക്കണം. സഭയില് എന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയാലും നിൽക്കണം. ഞാനിത് ഒച്ചപ്പാടുണ്ടാക്കിയാലും നിൽക്കണം. എല്ലാത്തിനും അവൻ എന്റെ കൂടെ നിൽക്കണം. കമ്മിറ്റി ഞാൻ പറയുന്നതിന് അവൻ എതിര് പറയാൻ പാടില്ല. അവരെല്ലാവരും എന്റെ കൂടെ നിൽക്കണം. യോഹന്നാൻ വിചാരിച്ചത് എന്റെ ശിഷ്യന്മാർ, അതുകൊണ്ട് എല്ലാ കാലം എന്റെ കൂടെ നിൽക്കണമെന്നല്ല യോഹന്നാൻ ആഗ്രഹിച്ചത്. ദൈവത്തിലെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും നമ്മുടെ കൂടെ നിൽക്കുമോ? പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ തീർന്നു. അതെ, അത് പ്രതീക്ഷിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഒരു മുട്ടായി പോലും വാങ്ങിച്ചു കൊടുക്കരുത്. ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. ഒരു മുട്ടായി പോലും നമ്മുടെ കുഞ്ഞിന് വേണ്ടി നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത് അവൻ എന്റെ കൂടെ മരണം വരെ നിൽക്കും എന്ന് വിചാരിച്ചിട്ട് അവർ കുടുംബമാകുമ്പോൾ അവർക്ക് കുടുംബമായി, അവരെ കുടുംബമായിട്ട് മുന്നോട്ട് പോകും. പക്ഷെ ആ കുടുംബത്തിനകത്ത് നമ്മൾ ഇടർച്ച ഉണ്ടാക്കാതിരുന്നാൽ നമുക്ക് അവരുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാം. ഞാനാണ് ഇവിടുത്തെ വലിയ ആൾ, അവൻ എന്റെ മോനാണ്,
ഞാൻ പറയുന്നത് പോലെയാണ് അവൻ കേൾക്കുന്നത്. ഞാനാണ് അവനെ വളർത്തിയത്. 10 മാസം ആമേൻ ചോന്ന നടന്നതാണ്. ഞാനാണ് പാൽ കൊടുത്തത്, ഞാനാണ് അങ്ങനെ ചെയ്ത് ഇങ്ങനെ കൊടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ നമ്മൾ പന്ത് പോലെ പുറത്തായി. സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി യാഥാർത്ഥ്യബോധ്യത്തോടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആമേൻ ഇനി എന്റെ കാലമൊക്കെ കഴിഞ്ഞു, എനിക്ക് ഇത്രയും പ്രായമായി, 10 പൈസ പോലും കയ്യിലെടുക്കാനുമില്ല, ഇനി ഉണ്ടെങ്കിൽ എന്താ കാര്യം? ബാഗിൽ കോടികൾ കിടന്നിട്ട് കട്ടിലേക്ക് എഴുന്നേക്കാൻ വയ്യാതെ കിടന്നിട്ട് അവരെന്ത് ഗുണമുണ്ട്? ആമേൻ. പക്ഷെ അവരോടൊക്കെ യോജിച്ച് നിന്നാൽ, കാര്യങ്ങൾ മനസ്സിലാക്കി യോജിച്ച് നിന്നാൽ എന്നും സന്തോഷത്തോടുകൂടി അവരോട് കൂടെ നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ, ജീവിക്കാം. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അനുഭവമായിരിക്കും. പലപ്പോഴും എറണാകുളം ടൗണിലെ വല്ലതും ഒരു ഉള്ള സാരിയൊക്കെ പുതച്ച് ചിലപ്പോൾ അവിടെ കിടക്കേണ്ട സാഹചര്യം വരുമെന്ന് ഞാൻ പറഞ്ഞില്ല, വരാം, കാലവിധം. ആമേൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വായിച്ച 2 കൊരിന്ത്യർ ലേഖനം 5:18. അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇത് അത്ഭുതമായി തോന്നിയിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അടുത്ത ശുശ്രൂഷയാണ് ഇവിടെ യോഹന്നാൻ ചെയ്തത്. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അടുത്ത വാക്കുകൾ വായിച്ചാണ്, എന്നാലും ഞാൻ അതിനോട് പൂർത്തീകരിക്കാൻ പറ്റുക. ദൈവ ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവ ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ച ആ വചനം കർത്താവ് നമ്മളെ പരമേൽപ്പിച്ചിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയെന്ന് സ്തോത്രം ചെയ്താട്ട് ആ വചനം നിന്നെ പരമേൽപ്പിച്ചിരിക്കുകയാണ്. ആ വചന നിബന്ധമായിട്ട് നീ ക്രിസ്തു മൂലം അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനുള്ള ശുശ്രൂഷ ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ആത്മാവിൽ കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ദൈവം നിന്നെ വചനം പരമേൽപ്പിച്ചിരിക്കുന്നു. അത് നിരപ്പിന്റെ വചനമാണ്. അത് ഭിന്നത ഉണ്ടാക്കുന്ന വചനമല്ല. നിന്റെ ഒറ്റ വാക്ക് കൊണ്ടുപോലും ദൈവത്തിന്റെ പൈതല് ഒരു മനുഷ്യൻ പോലും ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല. നിന്റെ ഒരു വാക്കിനകത്ത് ഒറ്റ മനുഷ്യൻ പോലും ദൈവസഭയിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല. ആ നിരപ്പിന്റെ ശുശ്രൂഷ ദൈവം നിന്നെ പരമേൽപ്പിച്ചിരിക്കുകയാണ്. ഈ 2 ശിഷ്യന്മാര് കർത്താവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. കർത്താവോട് പറഞ്ഞില്ല, ഞാൻ അവിടെ പ്രസംഗിക്കുന്നുണ്ട് കേട്ടോ, പ്രസംഗം കേട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതിയെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവിനെ കുറിച്ച് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ സഭ ആരാധനയുണ്ട് കേട്ടോ, അങ്ങോട്ട് പോരെ എന്നല്ല, നിങ്ങൾ വരണം, വന്ന് കാണണം. ഞാൻ പ്രസംഗിക്കുന്ന വചനം പോലെ നിങ്ങൾ വന്ന് കാണണം. കർത്താവിനെ അറിയേണ്ടതിന് നമ്മുടെ വീട്ടിലേക്ക് ഒരാളെ ക്ഷണിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഒരു ഗ്ലാസ് പാലല്ല, ഒരു ഗ്ലാസ് ചായ, ഒരു പാലൊക്കെ വാങ്ങിച്ച് ഒരു ചായയൊക്കെ ഇട്ട് കൊടുത്ത് വീട്ടിലേക്ക് ക്ഷണിച്ച് കർത്താവിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്നേഹം അവർക്ക് മനസ്സിലാകും.
നമ്മൾ പറയും അടുത്ത ആഴ്ച സഭയിലോട്ട് പോരും കേട്ടോ, അടുത്ത ആഴ്ച സഭയിലോട്ട് പോരും. നമുക്കൊരു ചെലവില്ല. സഭയിലേക്ക് വന്നു, ആള് പോയി, വിശ്വാസത്തിൽ വന്നോ വിശ്വാസത്തിൽ വന്നില്ല, അതൊന്നും ഒരു വിഷയമില്ല. കർത്താവിന് വേണ്ടി ചെലവിടാൻ, നമ്മൾ പാർക്കുന്ന ഒരു സ്ഥലത്തേക്ക് വിളിക്കാൻ നമുക്ക് കഴിയണം. നമ്മള് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കേട്ടോ. കർത്താവ് ധൈര്യത്തോടു കൂടെ വിളിച്ചത് കാരണമുണ്ടല്ലോ. ഇത് പറഞ്ഞതല്ല, ആ വീട്ടിനകത്തേക്ക് കർത്താവിനെ വിളിക്കാൻ കഴിയും. കർത്താവ് പാർക്കുന്നിടത്ത് എന്താ ഉണ്ട്? ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു എടുത്തിട്ട് ഭാര്യയും ഭർത്താവിന്റെ അടി കൂടിയാൽ അയാൾ ചേർത്ത് വരുമോ? ഒരാൾ വിശ്വാസത്തിൽ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളെ വിളിച്ചു സുവിശേഷമൊക്കെ പറയാൻ വേണ്ടി വിളിച്ചു. നമ്മള് ഒരു 250 ട്രാക്റ്റും എടുത്തു വെച്ചോണ്ടിരിക്കുക പുള്ളി വരാൻ വേണ്ടി. പക്ഷേ വീട്ടിലോട്ട് വരുമ്പോൾ രണ്ടുപേരും വിശ്വാസികളാണെങ്കിൽ, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നാണെങ്കിലും ഒക്കെ കുഴപ്പമില്ല. രണ്ടുപേരും വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് വന്നവരാണെങ്കിൽ ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടിനകത്ത് ദൈവസ്നേഹം അവർ മനസ്സിലാക്കണ്ടേ? മനസ്സിലാക്കണ വേണ്ടേ? നമ്മൾ എന്ത് ഉറപ്പിലാണ് ഒരാളെ വീട്ടിലേക്ക് വിളിക്കുന്നത്? അദ്ദേഹത്തോട് സുവിശേഷം പറയാനും അദ്ദേഹത്തോട് കർത്താവ് വഴി ദൈവത്തോട് നിരപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം നമ്മളെ നിരപ്പിന്റെ ശുശ്രൂഷ പരമേൽപ്പിച്ചിരിക്കുമ്പോൾ ആ പരമേൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം നിമിത്തം ഒരാൾ ദൈവത്തോട് അടുക്കണമെങ്കിൽ, അദ്ദേഹം നമ്മുടെ വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വീട്ടിനകത്ത് ആത്മീയ അന്തരീക്ഷം ഉണ്ടായിരിക്കണം. നിങ്ങൾ ആരും സ്തോത്രം പറഞ്ഞൊന്നും പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ഉണർവോ മെസ്സേജൊന്നും അല്ല. ചില സമയങ്ങളൊക്കെ കർത്താവ് ഇങ്ങനെ കൊണ്ടുപോകുന്നു. മാറ്റാൻ നോക്കിയാലും പറ്റില്ല. യേശു കർത്താവ് നിങ്ങൾ ഞാൻ വന്ന് പാർക്കുന്നിടത്ത് വരുന്ന കാണാൻ നിങ്ങളത് വാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രവർത്തികളിൽ കർത്താവിനെ അറിയണം. നമ്മുടെ സമൂഹത്തിലുള്ള ഇടപാടുകളിൽ കർത്താവിനെ അറിയണം. നമ്മുടെ സംസാരത്തിലൂടെ കർത്താവിനെ അറിയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിനെ അറിയണം. നമ്മുടെ സ്നേഹത്തിലൂടെ കർത്താവിനെ അറിയണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വാക്കുകളിലൂടെ കർത്താവിനെ അറിയണം. പരാതികളുടെ കെട്ടുകൾ നമ്മൾ പുറത്തു വെക്കരുത്. പകല് ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകൾ എപ്പോഴും ആകർഷണീയമായിരിക്കണം. കർത്താവിനോട് അവർ പറഞ്ഞു, ഞങ്ങള് വരികയെന്ന് വെച്ചാൽ ഗുരു നീ ഇവിടെ പാർക്കുന്നു ചോദിച്ചു. അവൻ അവരോട് വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. വരിക, ധൈര്യത്തോടെ വരാം. വീട്ടിലേക്ക് വരാം. വീട്ടിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം അവിടെ വെച്ച് കാണുകയാണ്. നമ്മുടെ ഭവനങ്ങളെല്ലാം രാഷ്ട്രീയ കുടുംബങ്ങളാകണം. നമ്മൾ ലോകക്കാരല്ല എന്നുള്ള ശക്തമായ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മൾ ലോകത്തോടുകൂടെ ജീവിക്കേണ്ടവരല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. നമ്മൾ വ്യത്യസ്തരാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. കരങ്ങൾ അടിച്ചെന്ന് സ്തോത്രം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്പകാലം മാത്രം നമ്മുടെ ഈ ജീവിതം വീരൽ നടിക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോകാം. പക്ഷെ ദൈവത്തിന്റെ പേരിലേ നിന്റെ ജീവിതം നീ കർത്താവിന് വീണ്ടും സമർപ്പിക്കണം. നീ പാർക്കുന്ന സ്ഥലം നിന്റെ കർത്താവിന്റെ സ്ഥലം. കർത്താവ് പാർക്ക് നേടാൻ കാണാനുള്ള ഒരു വലിയ ഭാഗ്യം നിനക്കുണ്ടായിരിക്കണം. ആ ഭാഗ്യത്തിലേക്ക് കർത്താവ് നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. ആമേൻ. അനേക മഹാസൗധങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നു കിടക്കുമ്പോൾ, തകർന്നു നടക്കുന്ന കെട്ടിടങ്ങളെ നീ കാണുമ്പോൾ നീ ഓർക്കണം, സ്വർഗത്തിൽ നിനക്ക് വേണ്ടി പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭവന, ഒരിക്കലും തകരാത്ത ഒരു ഭവന, ഒരു സുന്ദരമായ ഭവന. അല്പകാലത്തേക്ക് മാത്രമേ ഭൂമിയിൽ, ചുരുക്കകാലത്തേക്ക് മാത്രമേ ഭൂമിയിൽ. അല്പകാലം കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല. അല്പസമയം കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ വെച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. അല്പകാലം മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. അല്പകാലം മാത്രമേ ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നുള്ളെങ്കിൽ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന
ആ വാസസ്ഥലം ഒരിക്കലും നഷ്ടമാകരുത്. കരങ്ങൾ അടിച്ച് ദൈവത്തിൽ സ്തോത്രം ചെയ്താട്ട്, ദൈവത്തെ സ്തുതിച്ചാട്ട്, ആത്മാവ് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്, ആത്മാവ് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ മാറുക, ഈ ലോകത്തിലെ വേദനകൾ മാറുക, ഈ ലോകത്തിലെ കണ്ണുനീരുകൾ മാറുക. കണ്ണുനീരില്ലാത്തൊരു ലോകം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. വേദനകളില്ലാത്തൊരു ലോകം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഓ, കണ്ണുനീരില്ലാത്തൊരു ലോകം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിലെ ഭാരങ്ങളില്ലാത്തൊരു ലോകം, നെടുവീർപ്പില്ലാത്തതായ ഒരു ലോകം, ഒരു പാർപ്പിട സ്ഥലം കർത്താവ് വന്നു കാണുമേ. നീ നാളെ കേൾക്കുന്ന ശബ്ദം ഇവിടെ കയറി വരിക, ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം കേൾക്കുമ്പോ നീ കല്ലറയ്ക്കകത്ത് ഉറങ്ങുകയാണെങ്കിൽ, നിന്റെ ഭൗതിക ശരീരം കല്ലറയ്ക്കകത്ത് ആണെങ്കിൽ, നീ പുനരുദ്ധാരം പ്രാപിച്ച് അവനോട് സദൃശനായി, നിന്റെ കർത്താവിനോട് സദൃശനായി നീ ഉയർത്തെഴുന്നേറ്റ് ആ പാർപ്പിടത്തിലേക്ക് ചെല്ലുന്ന സുദിനം അടുത്തു വന്നിരിക്കുക. ഇപ്പോൾ കർത്താവ് വരികയാണ്, കാഹളം ധ്വനിക്കുകയാണ്. അവൻ ഇവിടെ കയറി വരിക എന്ന് കാഹള നാദത്തിനൊരു ശബ്ദം നീ കേൾക്കുമ്പോ കർത്താവ് ഇപ്പോൾ ഇവിടെ വന്നാൽ നീ രൂപാന്തരപ്പെട്ട നീ കർത്താവിനോട് കൂടിയായിരിക്കും. എത്ര പേര് എന്ന പകൽ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാൽ തകർന്നിരിക്കുന്ന മനസ്സുമായി, വേദനിക്കുന്ന മനസ്സുമായി, ഭാരപ്പെടുന്ന മനസ്സുമായി ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽക്കാലം അതൊന്ന് മാറട്ടെ. കേൾക്കപ്പെട്ടിരിക്കുന്ന തിരുവചനങ്ങളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കപ്പെട്ടു. കേൾക്കപ്പെട്ടിരിക്കുന്ന തിരുവചനങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് മനോജ് ബ്രദർ പ്രാർത്ഥിച്ചു.